അല്ല, മന്ത്രി ഒ.ജെ. ജനീഷ് ആദ്യം ഈ കാര്യം ചോദിക്കേണ്ടിയിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയോടാണ്. യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, അയാളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് ഇറക്കുന്നത് കണ്ടു. അപ്പോൾ വളരെ ക്ലിയറാണ്, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റി തന്നെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ആ വിവാദത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെരുമ്പാവൂർ അറക്കപ്പടി ചെന്ന് ചോദിച്ചാൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, ഇയാൾ സജീവമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നീണ്ടകാലത്തെ സുഹൃത്തു കൂടിയാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരനായ ഇദ്ദേഹം എന്നുള്ളത് കാണാൻ കഴിയും. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഈ പ്രതിയുടെ വീട്ടിൽ വി.ഡി. സതീശൻ നേരിട്ട് ചെന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഉണ്ട്. വി.ഡി. സതീശന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വി.ഡി. സതീശന്റെ വീട്ടിൽ ചെന്ന് കുട്ടിയോടൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്നതിന്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പെരുമ്പാവൂരിലൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ MDMA പിടിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയായ ജനീഷ് കുമാർ പറയുന്നത് അങ്ങനെ ഒരു ബന്ധവും അവിടുത്തെ പാർട്ടിയുമായി ഇവർക്കില്ല, ഭാരവാഹി അല്ലെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കൂടെ സദാസമയം നടക്കുന്നതിൻ്റെ റീലുകളും ഒക്കെ ഇയാളുടെ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഒക്കെ കാണുകയും ചെയ്യാം. എങ്ങനെ അവിടുത്തെ ഈ ആളുകളുമായി സ്വാഭാവികം നമ്മുടെ പാർട്ടി സഖാക്കളും ഒക്കെ ബന്ധപ്പെടുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? അല്ല, മന്ത്രി ഒ.ജെ. ജനീഷ് ആദ്യം ഈ കാര്യം ചോദിക്കേണ്ടിയിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയോടാണ്. യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, അയാളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് ഇറക്കുന്നത് കണ്ടു. അപ്പോൾ വളരെ ക്ലിയറാണ്, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റി തന്നെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ആ വിവാദത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അറക്കപ്പടിയിൽ, പെരുമ്പാവൂർ അറക്കപ്പടിയിൽ ചെന്ന് ചോദിച്ചാൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, ഇയാൾ സജീവമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. അവിടെ തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്ത ഘട്ടങ്ങളിലുമെല്ലാം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനങ്ങളായി കാലങ്ങളായി അറിയപ്പെടുന്നയാളാണ്. ഇയാൾ MDMA മൊത്ത കച്ചവടക്കാരൻ കൂടിയായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യുന്ന, കർണാടകയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലാം സാധനം കൊണ്ടുവന്ന് വലിയ അളവിൽ കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യുന്ന ഒരു മുഖ്യ കണ്ണിയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടത്. അതിനേക്കാൾ മലയാളിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നീണ്ടകാലത്തെ സുഹൃത്തു കൂടിയാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരനായ ഇദ്ദേഹം എന്നുള്ളത് കാണാൻ കഴിയും. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഈ പ്രതിയുടെ വീട്ടിൽ വി.ഡി. സതീശൻ നേരിട്ട് ചെന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഉണ്ട്. വി.ഡി. സതീശന്റെ വീട്ടിൽ ഇദ്ദേഹം ചെന്നതിന്റെ ഉണ്ട്. വി.ഡി. സതീശന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വി.ഡി. സതീശന്റെ വീട്ടിൽ ചെന്ന് കുട്ടിയോടൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്നതിന്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എത്രമാത്രം വലുതാണ് എന്ന് കാണാൻ കഴിയും. സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതികരണം, രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഏതെങ്കിലും പ്രദേശത്തെല്ലാം ചെല്ലുമ്പോൾ ചില ആളുകൾ ഫോട്ടോ എടുക്കാനും മറ്റും വരാറുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന ഒരു ന്യായീകരണം സാധാരണ പറയാറുണ്ട്. അതിൽ ഒരു പരിധി വരെ ശരിയുണ്ടെന്ന് വേണമെങ്കിൽ ചില കേസുകളിൽ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വി.ഡി. സതീശനും ഈ MDMA കേസിന്റെ പ്രതിയായ യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല, നീണ്ട കാലത്തെ ബന്ധമുണ്ടെന്നും ഇവർ പരസ്പരം വീടുകളിൽ പോകുന്നവരാണ്. ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവ് ഈ MDMA പ്രതിയുടെ വീടുകളിൽ അന്ന് പോവുകയും പല പ്രാവശ്യം പോവുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ചും പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിന്റെ ജനങ്ങളോട് പറയണം, ഈ MDMA പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്താണെന്ന് സത്യസന്ധതയോടെ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാകണം. മുഖ്യമന്ത്രി ആയതിനു ശേഷം MDMA ഈ പ്രതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ ബന്ധപ്പെടുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് പോയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കുറ്റവാളികൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഈ MDMA ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം വേണം. അതിനാരൊക്കെ സഹായിച്ചിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റ് കണ്ണികളുണ്ടോ? ഇതിനപ്പുറത്ത് ഇതുമായി ബന്ധമുള്ള കണ്ണികൾ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇനി മറ്റൊരു കേസ് പിടിക്കുമ്പോഴല്ലാതെ അറിയേണ്ടത്, ഇപ്പൊ തന്നെ കേരളം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കുറ്റമറ്റ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം. പ്രതികളെ ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ സംശയത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ക്ലാരിറ്റി വരുത്തേണ്ടത്. അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറയണം ഇവരുമായിട്ടുള്ള ബന്ധം, ഇവര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ സന്നദ്ധമാണ്. പിന്നെ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുന്നു എന്നുള്ളതാണ് വരുന്ന ഒരു വിവരം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന വാർത്തകൾ മുക്കുകയാണ്.
നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവമേ ഇല്ല, ഇങ്ങനത്തെ ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ മയക്കുമരുന്ന് കേസിന്റെ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വാർത്തകൾ മെയിൻ സ്ട്രീം മീഡിയകളിൽ വരുന്ന വാർത്തകൾ ഉൾപ്പെടെ മുക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ 10-12 കാർഡുകൾ ഇതിനകം മുക്കിക്കഴിഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ന്യൂസ് മലയാളത്തിന്റെ മുക്കിയിരിക്കുന്നു, കൈരളിയുടെ മുക്കിയിരിക്കുന്നു, മറ്റു പല ചാനലുകളുടെയും അതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുള്ളത് പലതും ഇങ്ങനെ മെറ്റ റിമൂവ് ചെയ്യുകയാണ്. മെറ്റയെ സ്വാധീനിക്കാൻ ഈ രാജ്യത്ത് കഴിയുന്ന ഏക വ്യക്തി മോഡിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഡിക്കാണ് മെറ്റയെ സ്വാധീനിക്കാൻ കഴിയുക. ഡൽഹി സമരത്തിന്റെ തുടർച്ചയിൽ മെറ്റയുടെ ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചു വരുത്തി വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മോഡിക്കെതിരെയുള്ള വിമർശനങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ ഇന്ത്യയിൽ മോഡി കഴിഞ്ഞാൽ, BJP കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിന് മെറ്റയെ സ്വാധീനിച്ച് പോസ്റ്ററുകൾ മാറ്റാൻ കഴിയുന്നെങ്കിൽ അത് ഒരേ ഒരു നേതാവിനാണ്, അത് VD സതീശനാണ്. അത് കഴിയുന്നത് മോഡി VD ബന്ധം വഴിയാണ് എന്ന് വീണ്ടും അടിവരയിടുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 75 ദിവസക്കാലം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ തന്നെ RSSും BJPയുമായിട്ടുള്ള നഗ്നമായ ബന്ധം VD സതീശൻ ഗവൺമെന്റ് പല കാര്യങ്ങളിൽ പുറത്തു വന്നതാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ മെറ്റയെ ഉപയോഗപ്പെടുത്തി മോഡിയുടെ സഹായത്തോടെ നീക്കം ചെയ്യുന്ന VD സതീശന്റെ പ്രവൃത്തി എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ അപമാനകരമാണ്. ഇത് വളരെ ശക്തമായ പ്രതിഷേധത്തിന് ഇടവരുത്തേണ്ടതാണ്. ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്, മാധ്യമ സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇത്ര അസഹിഷ്ണുതയുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പേ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഈ അസഹിഷ്ണുത കാണിക്കുന്നത് ഒരു സംശയം വേണ്ട, ഇതിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇദ്ദേഹത്തിന് പലതും മറച്ചു വയ്ക്കാനുണ്ട് എന്ന ഭയപ്പാടിൽ നിന്നാണ് ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്ന് കാണണം. ഇന്ന് കേരളം ചെന്നെത്തിപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിവിശേഷം മയക്കുമരുന്ന് സംഘത്തിന് മുഖ്യമന്ത്രിയുടെ തോളത്ത് കൈയിടാനുള്ള അവസരമുള്ള സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന ദുരന്തം എന്നുള്ളത് കാണണം. ഈ സർക്കാർ ഒരു ഭാഗത്ത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമൊന്ന് പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് ഈ കാണുന്നത് പോലെ ലഹരി സംഘങ്ങൾ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവരുമായി DCC പ്രസിഡന്റ് MLA ആയ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ ആ വീട്ടിൽ സന്ദർശിക്കാറുണ്ട്. പിന്നെ KPCC വക്താവായ BRM ഷഫീർ അവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ പലരും പറയുന്നത് നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ലെവലിലുള്ള നേതാക്കന്മാർ പലരുമായും വലിയ ബന്ധം ഇവർക്കുണ്ട്. അപ്പോൾ ഇവരൊന്നും അറിയാതെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും ഇവരുടെ അറിവിൽ എവിടെയും ശ്രദ്ധയിൽ എവിടെയും ഇല്ല എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുമാത്രമല്ല, ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് ഇപ്പോൾ ഒരു പരിഹാസ്യമായി മാറിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. അങ്ങനെ അതിനെ ആ അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഇടപെടലുകളെ പൊതുസമൂഹം നല്ലവണ്ണം സ്വീകരിക്കുന്നതാണ്. കാരണം മയക്കുമരുന്ന് പോലെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രതയോടെയുള്ള സമീപനം ഏത് ഗവൺമെന്റ് സ്വീകരിച്ചാലും പൊതുസമൂഹം അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ തന്നെ അപഹാസ്യമാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പൊ ഈ എറണാകുളത്ത് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരും ക്രിമിനലുകളും മയക്കുമരുന്ന് കച്ചവടക്കാരുമായിരുന്നു. അത് അന്ന് തന്നെ വിവാദമായി. അന്ന് കോൺഗ്രസ് തടിതപ്പി പോവുകയാണ് ചെയ്തത്. ഇപ്പൊ രണ്ടാമത്തെ അനുഭവം വരുമ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ വാരിയറായി പ്രവർത്തിച്ച, അതിന്റെ നേതൃത്വമായി പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെയാണ് MDMA ആയിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ എന്നുള്ളത് മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ നല്ലവണ്ണം മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത് എന്നുള്ളതാണ് പരിഹാസ്യമായ രീതി എന്നുള്ളത് കാണാം. ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അറിയാത്തതല്ല. ഇവിടെ ഇപ്പോൾ പരസ്യമായ ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ബന്ധം പോലെ തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇവരായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. എറണാകുളം DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ കൂടിയാണ്.
ആ സംരക്ഷണത്തിന്റെ തണലിലാണ് ഇവർ വളർന്നിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയും. ഇവർക്ക് ഇത് കൂടാതെയുള്ള മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സൈബർ കുറ്റവാളികൾ ഉൾപ്പെടെയുള്ള സൈബർ കേസുകൾ ഉൾപ്പെടെ ഈ കുറ്റവാളികളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുണ്ട്. അത് പോലീസിന് ഉൾപ്പെടെ അറിവുള്ള കാര്യങ്ങളാണ്. പോലീസ് അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഇവർക്ക് നാളിതുവരെ സംരക്ഷണം കൊടുത്തിരുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാരാണ്. മുഖ്യമന്ത്രിയുടെ ബന്ധത്തെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി അപഹാസ്യമാവുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് മാറ്റി തീർത്തിരിക്കുന്നു, യൂത്ത് കോൺഗ്രസ് മാറ്റി തീർത്തിരിക്കുന്നു. ആ പദ്ധതിയെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചതാണെങ്കിൽ അതിന്റെ നേതൃത്വമായി മാറിയത് ഈ മയക്കുമരുന്ന് കച്ചവടക്കാരാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്.